രണ്ട് കാര്യങ്ങൾക്ക് മറുപടി. ഒന്ന്, ഇവിടെ ഒരു പട്ടിക നിരത്തി ശ്രീ എൻ ശ്രീകുമാർ നിങ്ങൾ ആരെയൊക്കെ വഞ്ചിച്ചിരിക്കുന്നു എന്ന്. രണ്ട്, പമ്പാ സംഗമത്തിൽ നിങ്ങൾ 2018 പിഴവ് ഏറ്റുപറയാൻ പോകുന്നു, നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ലൈൻ മാറ്റാൻ പോകുന്നു എന്ന്. രണ്ടിനും വേഗം മറുപടി. എനിക്ക് അതിനുശേഷം മറ്റതിഥികളിലേക്ക് പോകണം. ഇല്ല, അതോടൊപ്പം മറുപടി പറയേണ്ട ഒരു ഭാഗമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ആദ്യ ഭാഗം തന്നെ സൂചിപ്പിച്ചത് ഇതേതൊരു CPIM സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ വിശ്വാസ സംഗമത്തെ കുറിച്ച് പറയുന്നത് തന്നെ അനൗചിത്യമല്ലേ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ എത്ര കൊല്ലക്കാലമായി പഴകി പുളിച്ചു പോയിട്ടുള്ള ന്യായവാദങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ദീർഘകാലം മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ഒരാൾ കൂടെയാണ്. അങ്ങേക്കറിയില്ലേ, കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിലെ വിശ്വാസികളും രണ്ട് ധാരയിൽ സഞ്ചരിച്ചിരുന്നെങ്കിൽ വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിന്റെ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴെങ്കിലും വിശ്വാസികളുടെ പിന്തുണയോടെ അധികാരത്തിൽ വരാൻ കഴിയുമായിരുന്നോ? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഞ്ചാരം എങ്ങനെയായിരുന്നു? മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ അന്തസ്സുള്ള ഹൈന്ദവ, ഇസ്ലാം, ക്രിസ്ത്യൻ ഭേദമില്ലാത്ത വിശ്വാസ സമൂഹങ്ങൾ കേരളത്തിൽ CPIM-നോടും വിശിഷ്യ ഇടതുപക്ഷത്തോടും ഒപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട് ചരിത്ര പ്രധാന ഘട്ടങ്ങളിലാകെ. അങ്ങനെയാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. വിശ്വാസികളുടെ പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു CPIM അങ്ങയുടെ ശ്രദ്ധയിൽ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അങ്ങേക്ക് സമയം കിട്ടുമ്പോൾ ഗുരുവായൂർ അമ്പലപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ വളണ്ടിയർ സമിതിയുടെ ക്യാപ്റ്റനായി മർദ്ദനമേറ്റ് വാങ്ങേണ്ടമെന്ന നേതാവിന്റെ പേരെന്തായിരുന്നുവെന്ന് അങ്ങൊന്ന് പരിശോധിച്ച് നോക്കണം. അദ്ദേഹത്തിന്റെ പേരിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ പേര് ആയില്യം കുറ്റിയേരത്ത് ഗോപാലൻ എന്ന് പറയുന്ന AKG ആയിരുന്നു. അമ്പലത്തിന്റെ മതിൽ ചാടിക്കടന്ന് മണിയടിക്കാൻ തന്റെ ഇടം കാണിച്ച ആളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയായ സഖാവ് P. കൃഷ്ണപിള്ള. അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസി സമൂഹവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ അങ്ങേയറ്റം പരിഹാസ്യമായിരിക്കും ആ ചോദ്യമെന്ന് മാത്രമാണ് വിസ്താരഭയത്താൽ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ സംഗമത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ആവർത്തിക്കട്ടെ, ഈ സംഗമം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മനംമാറ്റത്തോടോ കൂടെയോ പുതിയ രാഷ്ട്രീയ പ്രഖ്യാപനത്തിനായിട്ടോ സംഘടിപ്പിക്കുന്നതല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷത്തോടനുബന്ധിച്ചാണ് ഇത്തരം ഒരു സംഗമം സംഘടിപ്പിക്കുന്നത്. ആ സംഗമത്തിന്റെ പ്രത്യേകത എന്താണ്? ശബരിമലയെ ആഗോള പിൽഗ്രിം ടൂറിസത്തിന്റെ കേന്ദ്രമാക്കി നമുക്ക് പ്രതിഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ആ സാധ്യതകളെ കേരളത്തിന്റെ വളർച്ചയ്ക്കും അതോടൊപ്പം തീർത്ഥാടക സമൂഹത്തിന്റെ ഉന്നതിക്കും ഒക്കെയായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ലോകമെമ്പാടും സ്വീകരിക്കാൻ കഴിയുന്ന അഭിപ്രായങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും നവീകരണങ്ങളുടെയും ഒരു ആഗോള വേദിയാകാൻ വേണ്ടി പോകുകയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. ഇതിനോടൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിമാർ പങ്കെടുക്കത്തില്ലേ? തമിഴ്നാട്ടിലെ ദേവസ്വം മന്ത്രിയും IT മന്ത്രിയായി പളനി ത്യാഗരാജനും പങ്കെടുക്കത്തില്ലേ? അതോടൊപ്പം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലുള്ള മന്ത്രിമാർ അതിനോട് മറുപടി വേഗം.